ഓരോ യാത്രകളും ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനങ്ങളാണ്. ഇന്നലെ ഞാൻ കണ്ട ആ മരം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. വരകളിലെ വളവുകൾ പോലെ വളഞ്ഞു നീണ്ടു നിൽക്കുന്ന ഒരു മുത്തശ്ശി മരം. കണ്ട കാട്ടുചെമ്പകം പോലെ തോന്നിക്കുമെങ്കിലും നാട്ടുവഴിയിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. മനസ്സിൽ പതിഞ്ഞത് പേപ്പറിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ വർണ്ണങ്ങളും ജീവനും നിറയുമ്പോഴുള്ള മനോഹര കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വയിലേക്കുള്ള വഴിയരികിൽ നാടോടികൾ ശില്പങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. താഴെ ചൊവ്വയിലെത്തി. ഇനി പോകേണ്ടത് റെയിൽവേ ക്രോസ് ചെയ്ത് തോട്ടടയിലേക്കാണ്. പതിവ് പോലെ ഇന്ന് അത്ര തിരക്കൊന്നുണ്ടായിരുന്നില്ല. ഇവിടം കഴിഞ്ഞാൽ തലശ്ശേരിയിലേക്ക് സുഖമായി പോകാനുള്ള നീണ്ട പാതയാണ്. തിരക്ക് കുറഞ്ഞ അത്യാവശ്യം വീതിയുള്ള റോഡാണ്. ഇത് നടാൽ റെയിൽവേ ഗേറ്റ് വരെ പോകും. വാഹന നിർമ്മാണ കമ്പനികളുടെ ഷോറൂമുകളാണ് ഇരുവശത്തും. തോട്ടട എത്തും മുമ്പ് ചാലയ്ക്കുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ വെച്ചാണ് ഇന്നലെ അവിചാരിതമായി കുന്നിൻ മുകളിൽ ഈ കാഴ്ച ഞാൻ കണ്ടത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറ്റപ്പെട്ടൊരു മുത്തശ്ശി മരവും ഒരു പഴയ കിണറും. ചെരുപ്പ് ഊരണമെന്ന് ഒരു ബൈക്ക് യാത്രികൻ ആംഗ്യം കാണിച്ചു. ഞാൻ ഷൂ അയച്ചു വെച്ച് ഈ സ്ഥലവും ഇതിന്റെ കഥയും അറിയാൻ ഞാൻ മുന്നോട്ടേക്ക് നടന്നു. കണ്ണുകളുടെ ആസക്തി എന്നെ മുന്നോട്ട് നയിച്ചു. ഏതോ ദേവിയുടെയോ ദേവന്റെയോ പ്രതിഷ്ഠയാണ്. എന്തായാലും എന്നും പൂജയുണ്ടെന്ന് തോന്നുന്നു. മാല കാണാം. അതും ഇന്ന് ചാർത്തിയ മാലയാണ്. ഒരു പീഠം ഇരിക്കുന്നുണ്ട്. എത്ര കാലപ്പഴക്കമുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. വളരെ സുന്ദരമാണ് താഴെ നിന്ന് മുകളിലേക്ക് ഈ മരം കാണുമ്പോൾ. ഈ മുത്തശ്ശി മരം ഇപ്പോഴും രണ്ടുപേരെ ചുമക്കുന്നുണ്ട്. ഒരു പേരാലും ഒരു അരയാലും. എന്നിരുന്നാലും ഈ മുത്തശ്ശി മരം തൻ്റെ സത്വം വിളിച്ചോതാൻ തൻ്റെ കുറച്ച് ഇലകൾ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ മരം എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മരം ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വളരെ വിശാലമായ ഒരു പ്രദേശമാണിത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും മുത്തശ്ശി മരത്തിൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു. അതിൽ ആരോ ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം മാല കോർത്തു വെച്ചിട്ടുണ്ട്. ഈ മുത്തശ്ശി മരത്തോട് ചേർന്ന് തന്നെ രണ്ട് മരങ്ങൾ കൂടെ. അത് ഒരു മരത്തിൻ്റെ പേരെനിക്കറിയില്ല. ആ മരത്തിൽ ധാരാളം മാലകൾ, ശബരിമലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ അഴിച്ചിട്ട മാലകളുണ്ട്. അതിൻ്റെ ചുവട്ടിലും ഒത്തിരി മാലകൾ വീണ് കിടക്കുന്നത് കാണാം. ഈ മരത്തിനോട് ചേർന്ന് തന്നെ ഒരു ആൽമരം നിൽപ്പുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൽമരം കണ്ടപ്പോൾ ഞാൻ പതിയെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോഴേക്കും രണ്ട് കാക്കകൾ ബഹളം വെക്കാൻ തുടങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കണ്ടത് അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇനി അതിൽ അവരുടെ കുഞ്ഞുങ്ങളുണ്ടോ മുട്ടയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അവരെ ശല്യപ്പെടുത്താതെ ഞാൻ വീണ്ടും ആ ക്ഷേത്രഭാഗത്തേക്ക് തന്നെ നടന്നു. ഒരു ചില്ലുകൂട്ടിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. കെടാവിളക്കാണ്. അതിനോട് ചേർന്ന് തന്നെ ഒത്തിരി നിലവിളക്കുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. വരി വരിയായി വെച്ച നിലവിളക്കുകൾ എന്നും കത്തിക്കുന്നതാവാം. അവിടെ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു വശത്ത് കടലാസ് പൂക്കൾ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് നേരെ മറുവശത്താണെങ്കിൽ ഞാൻ എൻ്റെ ബൈക്ക് നിർത്തിയെടുത്തിട്ട് നോക്കിയപ്പോൾ കൊന്നമരം പൂത്തു നിൽക്കുന്ന കാഴ്ച അതും വളരെ ഭംഗിയുള്ളതായിരുന്നു. ഏതായാലും ഒരു നാട്ടുകാരൻ ഇങ്ങോട്ട് നടന്നു വരുന്നു. കുറച്ച് കാര്യങ്ങളെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം.
ചാല അമ്പലം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് കാട. അവിടെ നിന്നാണ് ദിവസം രാവിലെ പൂജാരി ദിവസം രാവിലെ പൂജാരി വന്നിട്ട് ഇവിടുന്ന് പൂജ നടത്തിയിട്ട് പോകും. ഉത്സവം എന്ന് പറഞ്ഞത് പൂരത്തിനാണ്. പൂരത്തിൽ 7 ദിവസം ഇവിടെ 2 തടമ്പെടുത്ത് അതെല്ലാം ആയിട്ട് ചുറ്റിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ടാവും. ഞാനിവിടെ ജനിച്ചത് എൻ്റെ ചെറുപ്പം മുതലേ ഇതുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മേൻ്റെ ചെറുപ്പത്തിൽ ഇതുണ്ട്. 500 കൊല്ലത്തിനും പഴക്കമുണ്ട്. അതിപ്പം ഇല മുഴുവനും പോയി. മഴക്ക് മുഴുവൻ ഇല തളിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു എല്ലാ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. അധികം ഇവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചാല അമ്പലത്തിൽ പോകും. നമുക്കിപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ പോകും. അത് ഇറക്കത്തിൽ ആ ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ വലത്ത് ഭാഗത്ത് ചാലാദേവി ക്ഷേത്രത്തിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ പറയുന്നത് ഇത് അമ്മയും അത് മക്കളുമാണ് അപ്പോൾ ബാക്കി അവിടെ പോയി കഴിഞ്ഞാൽ അയച്ചു ആകുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ കഴിച്ചില്ല. എല്ലാവരും വന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകും. എല്ലാം പ്രാർത്ഥിക്കാൻ മനസ്സിൽ വിചാരിച്ചു. ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് രാജൻ. ഞാൻ വീട് അവിടെയാണ്. ഏതായാലും രാജേട്ടനോട് വിട പറഞ്ഞ് ഞാൻ ചാല ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ആ വലിയ ഗ്രൗണ്ട് ഇപ്പോഴും കാണാൻ പറ്റും. നല്ല വിശാലമായ ഗ്രൗണ്ട്. ഒരു ചെറിയ ടണൽ, ഒരു റെയിൽവേ ടണൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ചാല ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഞാൻ കണ്ടു. അടുത്തായി ഒരു ആൽമരവും ഒരു ആൽത്തറയും. ഗേറ്റ് കടന്ന് മുന്നോട്ട് നടന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത് ക്ഷേത്രത്തിൻ്റെ പിൻവശമായിരുന്നു. ആ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു ടാങ്കർ ലോറി അപകടത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. 10-20 പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതും ചിന്തിച്ച് ഞാൻ മുന്നോട്ടെത്തിയപ്പോൾ എന്നെ സ്വീകരിച്ചത് ഒരു സുന്ദരമായൊരു കുളം. ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു കൽത്തറ കണ്ടു. വലിയൊരു കൽത്തറ. അതെന്താണെന്നറിയാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. ഞാൻ പതിയെ മുന്നോട്ട് നടന്നപ്പോൾ രാജേട്ടൻ ക്ഷേത്രത്തിലേക്ക് നടന്നു വരുന്നത് കണ്ടു. ഏതായാലും രാജേട്ടനോട് എന്നെ ചോദിക്കാം. ഇതെന്താ ആ തറ പണ്ടേ ഇതിനെപ്പറ്റി ചടങ്ങൊന്നും ഉണ്ടാവില്ല. അതിന്റെ മേലെ ഇവര് ഉത്സവത്തിന് ലാസ്റ്റ് 6 ദിവസം എന്തോ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. ഇവിടുത്തെ പൂരത്തിന്റെ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഏതായാലും രാജേട്ടനോടും ചാല ക്ഷേത്രത്തിനോടൊക്കെ വിട പറഞ്ഞ് ഞാൻ യാത്ര തുടർന്നു. ഇനിയും യാത്രയിലൂടെയും ചിത്രരചനയിലൂടെയും നമുക്ക് വീണ്ടും കാണാം.